എത്ര വയസ്സായി? അറിയത്തില്ല. എത്ര വയസ്സായി? സ്വാഗതം. എടുക്കണ ഞാൻ അവിടോട്ട് നോക്കണം. തിളങ്ങുന്നത് താഴെ കുഴിക്കാൻ. അതിങ്ങെടുത്തേ എന്താ എന്താ സർപ്രൈസ് ഇതുവരെ ഇവരാരും കേട്ടു. ഞാൻ വന്ന കേറിയ പടയെടുത്ത് മാറ്റി ബിയാലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ കുഞ്ചൂസിന്റെ കയ്യിലെ സ്വിച്ചൊക്കെ എടുത്തു കേട്ടോ. 5 സ്വിച്ച് തന്നെ ഉണ്ടായിരുന്നു കറക്റ്റ്. അത് കട്ട് ചെയ്ത് എടുത്തു. എന്റെ കയ്യിൽ ചെറിയൊരു പഴുപ്പിന്റെ പോലെ ഉണ്ട്. പക്ഷെ അത് ഹീലായി വരുന്നുണ്ട്. ഒന്ന് ഹീലായി ഞാൻ അവിടെ ഉണങ്ങിയെന്ന് കേട്ടോ. പക്ഷെ അത് ഉണങ്ങിയില്ല. കാരണം എനിക്ക് തോന്നുന്ന ഇതെല്ലാം മറ്റേ ടിക്കറ്റ് എല്ലാം ഇങ്ങനെ സ്ട്രാപ്പ് ചെയ്ത് വലിഞ്ഞു ഞാൻ തോന്നുന്നു. പിന്നെ കടയിലായിരുന്നല്ലോ ഫുൾ ടൈം, പൊടിയെല്ലാം കയറിയിട്ടാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം ഇന്നലെയൊക്കെ തൊട്ട് ഇത്തിരി കുറച്ചുകൂടെ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒട്ടിച്ച് ഇന്നലെ പകല് ഫുള്ള് ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഒട്ടിച്ച് വെക്കണം. പൊടി കയറുന്നുണ്ട്. കിണർ പണിയിലൊക്കെ അവിടെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ഇന്നലെ വീഡിയോ ഇല്ലാഞ്ഞത്. അതായത് നമ്മൾ കടയിൽ ഫുള്ള് കടയിലായിരുന്നു ഇന്നലെ രാവിലെ. ഇപ്പം മോർണിംഗ് സിക്നസ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വെളുപ്പിൽ എണീറ്റിരിക്കും പോകല്ലേ. നമ്മള് ആ ഒരു ഉറക്കം രാത്രി ഉറങ്ങിയില്ലെങ്കിലും പകൽ കുറച്ച് നേരോടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഇത് അതും പറ്റുന്നില്ല. ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ മാക്സിമം ഉറങ്ങിയിട്ട് എണീക്കുകയാണ്. അപ്പൊ ഇപ്പൊ രാവിലെ തന്നെ എനിക്ക് ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോകണം. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ആണ് എപ്പോഴും ഞാൻ പറയും എന്റെ കുഞ്ചൂസിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ കൊടുക്കേണ്ട ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചില്ല. ജസ്റ്റ് ഒരു ഹഗ് മാത്രമേ കേട്ടോ. അത് മാത്രമേ എനിക്ക് എന്റെ ഇന്നലെ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറെ സർപ്രൈസ് ഉണ്ട് ആക്ച്വലി. അത് ഇങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അത് സർപ്രൈസ് ആയിട്ട് അത്രയും ഒരു പീക്കിൽ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന ആ ഒരു ലെവലിൽ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത് ഇപ്പൊ കുഞ്ഞുസ് എന്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര ഒച്ചക്കിടുന്നില്ല. വണ്ടിക്കാരൻ കേൾക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരിയിലോട്ട് പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് തൊട്ട് കിണർ കുടിക്കാൻ വേണ്ടി മെഷീനാണ് ഉപയോഗിക്കുന്നത്. പെടപടിയെന്ന് പണി തീരുന്നില്ല. വെട്ടുകല്ലാണ് നമുക്ക് ഫുള്ള് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുത്തി എടുക്കാൻ പാടാണ്. അവരുടെ നെഞ്ചും കലങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വെച്ചു കേട്ടോ. നമുക്ക് കുത്തി കൊടുത്തിട്ട് കോരി ഇങ്ങ് എടുത്താൽ മതി. പിന്നെ സർപ്രൈസ് ഇത്തിരി വലിയ സർപ്രൈസാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ച അല്ല 2 ആഴ്ചത്തെ എൻ്റെ ഒരു കഷ്ടപ്പാടാണ്. മറ്റേ ടിക്കറ്റിൽ നിന്നുള്ള ഒരു വിഹിതമാണ്. അതിൽ നിന്ന് ഒരു വീതം മാത്രമേ കേട്ടോ. കുറച്ച് വീതങ്ങൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഉടനെ അറിയിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മറ്റേ ടിക്കറ്റ് മേടിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് തോന്നുന്നു 10 ടിക്കറ്റുകൾക്ക് മേളിൽ നമ്മൾ കഴിഞ്ഞ ഒറ്റയാഴ്ച കൊണ്ട് സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാ ചേച്ചിമാരോടും ഒരുപാട് നന്ദിയുണ്ട്. അത് ആ കൂട്ടത്തിൽ ചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുനിന്ന് മറ്റേ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പൊ പിന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞോട്ടെ, ഇന്ന് നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് 2 വർഷം തികഞ്ഞിരിക്കുകയാണ്. സക്സസ്ഫുള്ളി നമ്മുടെ ഷോപ്പ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായിരിക്കുന്നു. അപ്പൊ അതിന്റെ സന്തോഷത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇനി മേടിക്കുന്ന ഇനിയുള്ള 10 ദിവസത്തേക്ക് മറ്റേ ടിക്കറ്റ് ആരൊക്കെ മേടിക്കുന്നോ അപ്പൊ 10,000 രൂപയാണെങ്കിൽ അതിൽ 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് 10% ഡിസ്കൗണ്ട്. ഏത് കിറ്റിനാണെങ്കിലും ഏത് പ്രൈസിലുള്ള സാധനങ്ങൾക്കാണെങ്കിലും 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം കുറച്ചുകൂടെ ഡിസ്കൗണ്ട് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ കുഞ്ഞു ഷോപ്പായി പോയില്ല. ഭാവിയിൽ വലിയ ഷോപ്പുകളൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ഡിസ്കൗണ്ട് അടിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇത്തിരി എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അത് പക്ഷെ കുറച്ച് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും. അപ്പം ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കുഞ്ചൂസിന് സർപ്രൈസ് കൊടുക്കണം. ആ കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു ആഘോഷമൊക്കെ നടത്തണം. ഇന്ന് രണ്ടും ബർത്ത്ഡേ, കുഞ്ചൂസിന്റെ ബർത്ത്ഡേയും അതുപോലെ തന്നെ ഷോപ്പും രണ്ടിന്റെയും ബർത്ത്ഡേ ആണിന്ന്. അപ്പൊ നമുക്ക് ഇന്ന് ആഘോഷിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സർപ്രൈസ് ഒക്കെ കാണാം. നേരെ വീഡിയോ യെസ്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേകൾ രാവിലെ സൺസ്ക്രീൻ ഒക്കെ ഇട്ടോണ്ടിരിക്കുകയാണ് വെയിലത്തോട്ട് പോകാതെ കേട്ടോ. അല്ലേ ബർത്ത്ഡേകളെ എത്ര വയസ്സായി? അറിയത്തില്ല. എത്ര വയസ്സായി? 26. ഞങ്ങൾ രണ്ടുപേരും സെയിം ഏജ് ആയിരിക്കുകയാണ് ഇപ്പൊ. യെസ്. എനിക്കിനി ജൂൺ 19 ആകുമ്പോഴത്തേക്ക് എനിക്ക് 27 ആകത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ അതുവരെ എടാപോടാമെന്നാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ എടാപോടാമെന്ന. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് സെയിം ഏജ് ആയി. അപ്പൊ നമ്മളിപ്പോ സെയിം വൈബാണ് കേട്ടോ. പോയിട്ട് നമുക്ക് അയ്യോ. അപ്പൊ ഇന്ന് കേക്കൊക്കെ കട്ട് ചെയ്യണോ? അമ്മ വെച്ച് കേക്ക് മുറിക്കുന്നുണ്ട്. കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ?
അറിയത്തില്ല. ഇന്ന് വേറെ എന്നാ സ്പെഷ്യൽ ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം നമ്മുടെ കട തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയായി, 3ാമത്തെ വർഷം ഇറങ്ങി. എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് എന്നെ കട തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ഉറക്കമില്ലാതെ ഞാൻ വാവച്ചിയും സബിനും രാഹുലിയാട്ടയോടെ ഇരുന്നാണ് കടയുടെ തലേ ദിവസത്തെ നമ്മുടെ എല്ലാം അടുക്കിപ്പറക്കുകയും കാര്യങ്ങളൊക്കെ ബില്ല് വരെ അടിച്ചു കയറണം. അത്രയും രാവിലെ ഒരു 8 മണി വരെ ആ കടയിലായിരുന്നു. നമ്മൾ അവിടുന്ന് വീട്ടിൽ വന്ന് ഉറങ്ങാതെ വീട്ടിൽ വന്ന് തിരിച്ചു പോയായിരുന്നു നമ്മുടെ നമ്മള് തൂത്ത് ലാസ്റ്റത്തേക്ക് നമ്മള് വെറുത്തത്തെ പണിയില്ല. പക്ഷെ അതിന്റേതായിട്ടുള്ള ഒത്തിരി പോരായ്മകൾ ഉണ്ടായിരുന്നു അന്ന് ഷോപ്പ് ഇനാഗുറേഷൻ. കാരണം നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. വന്നവർക്ക് പോലും ഒരു കാപ്പി കൊടുക്കാൻ പോലും നമുക്ക് സത്യം പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ മൈൻഡ് അത്ര ഔട്ട് ആയിട്ട് ഇരിക്കുമായിരുന്നു. ഉറങ്ങാതെ ഒരു നൈറ്റ് ഫുൾ ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോഴേ പിറ്റേ ദിവസത്തെ അവസ്ഥ ഭയങ്കര ശോകമായിരിക്കും. പക്ഷെ നമ്മൾ അന്ന് ആഗ്രഹിച്ച പോലെ തന്നെ കുഞ്ചൂസിന്റെ ബർത്ത്ഡേക്ക് തന്നെ നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായിരിക്കുന്നു. ഇനി സർപ്രൈസുകൾ വരുന്നുണ്ട്, അത് ഉടനെ പറയാം. യെസ്, അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളോടൊക്കെ പോവാം. അതായത് നമ്മൾ കിണർ പണിയുന്ന സ്ഥലത്തോട്ട് പോവാണ്. അവിടെ അത്യാവശ്യം ഒരാൾ പൊക്കമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ചൂസിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ചുന്തിരി ആയിട്ട് ഇപ്പൊ ഞാനാണ് കേട്ടോ ഈ ഡ്രസ് ഇടാൻ. എനിക്ക് ഇതുപോലത്തെ ഡ്രസ് ഇടുന്ന ഇഷ്ടമാണ് കേട്ടോ. എനിക്കിത് കൈ കയറ്റാൻ വേണ്ടത്തില്ല, എന്റെ കയ്യിലെ സ്റ്റിച്ച് നല്ല എടുത്തു കേട്ടോ. എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇത് ഇപ്പൊ പറിച്ചിട്ട് സ്റ്റിച്ച് എടുത്തപ്പോ ഒരു ശകലോടി ഇങ്ങനെ വളർന്നു വന്നു കേട്ടോ. എന്നിട്ട് അത് കൂടിച്ചേർന്നു നല്ലപോലെ ഹീലായി കേട്ടോ കുഞ്ചൂസിന്റെ. പക്ഷെ എനിക്ക് എന്റെ മുറിവ് മാത്രമാണ് എനിക്കിവിടെ ഇതുണ്ട്. ചെറുതായിട്ടല്ലേ ആയിട്ടുണ്ട്, ഇനി അറിയത്തില്ല. മരുന്ന് ഇട്ട് വെച്ചേക്കുവാണ്. വിളിച്ചിട്ട് പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഒപ്പി മരുന്ന് ഇട്ട് ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് അത് അവിടെ ഇട്ടുകൊണ്ടപ്പോൾ അച്ഛൻ വന്നെ. അതെ അതെ. അപ്പൊ ഞാൻ കടയിൽ പോയിട്ടൊക്കെ വന്നു കേട്ടോ. അതായത് നമുക്ക് അവിടെ കുറച്ച് വയറൊക്കെ മേടിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? യെസ്. നമ്മുടെ കിണർ പണി ഇത്ര ആയിട്ടോ. ദിവസം വണ്ടിക്കാതിരിക്കുവാണേ, ഓർഡർ എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരാളുടെ പൊക്കമായി കേട്ടോ. അപ്പം കുഞ്ചൂസിന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ട്. ഇത് ഗോൾഡാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കാണും. ഇത് ഞാൻ നൈസായിട്ട് പണിക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനകത്ത് നമ്മുടെ കിണറിനകത്ത് ഇറക്കി വെച്ചിട്ട് കിണറ്റിൽ നിന്ന് സ്വർണം കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാമാ ഒരു സഹായം ചെയ്യണം. അതായത് അവളുടെ ബർത്ത്ഡേ അല്ലേ, ഇത് അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അത് കിണറ്റിനകത്തിടണം. കിണറ്റിൽ നിങ്ങൾ തോണ്ടി കഴിയുമ്പോ ഇത് കിട്ടുന്ന പോലെ എനിക്ക് എടുത്തു തരണം കേട്ടോ. അവിടെ ഇട്ടിട്ട് ഞാൻ അവിടെ വിളിച്ചിട്ട് തരാം കേട്ടോ. കിണർ കാണിക്കാൻ വേണ്ടി. അവിടെ ഇട്ടോ. ഇതിനകത്ത് അങ്ങ് ഇരിക്കുവല്ലേ ബർത്ത്ഡേ ആയിട്ട്. കിണർ പണി കാണണ്ടേ? ആണോ? അയ്യോ വാ, ഭയങ്കര വെയിലായിട്ട് പോകാൻ. കിണറ് കണ്ടിട്ടില്ല. മെഷീൻ എടുത്ത് കണ്ട. കം കം ഗോ ഗോ. വണ്ടി ഓഫ് ചെയ്യാം. വാ. ഓക്കെ. വേണ്ട, കുഴി എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. എടുക്കടാ, ഞാൻ അവിടോട്ട് നോക്കണം. തിളങ്ങുന്നത് താഴെ കുഴിക്കാൻ. അതിങ്ങെടുത്തേ. എന്താ എന്താ അല്ല, ഈ ചേട്ടന് അറിഞ്ഞിട്ടില്ല കേട്ടോ. ചേട്ടൻ തിരിഞ്ഞിട്ട് ഞങ്ങള് പുറകോട്ടിട്ട്.
എന്റെ പേരല്ലേ എന്റെ ഞാൻ ചോയി നോർത്ത് ഇത് അങ്ങനെ നിക്കുന്നതെന്ന്. നിങ്ങൾ ഏതാണ്ട് സാധനം കിടക്കുന്നത് ഇപ്പൊ മേടിച്ചു പോകുന്നു. ഞാൻ മേടിച്ചോല്ല, ഞാനും മേടിച്ചു. അവർക്ക് വേണ്ടി സൗണ്ട് പോലും മാറി. അങ്ങനെ നമ്മുടെ കിണറ്റിൽ നിന്ന് നമുക്ക് സ്വർണം കിട്ടിയിരിക്കുകയാണ്. ഇനി വെള്ളത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. സ്വർണം കണ്ടിനി, ഇനി വെള്ളം കണ്ടോളാം. അതിനകത്തൊക്കെ കിട്ടുമല്ലോ. ഈ ചേട്ടനെ എടുത്തോണ്ട് പോയി നീ എന്നെ നിർത്തിയൊക്കെ അപമാനിക്കാണ്. ചുമ്മാ പറഞ്ഞാട്ടോ. ജാഷ്മൊക്കെ കണ്ട് ചിരിക്കുമായിരിക്കും അല്ലേ? ഒരു കണ്ണും തള്ളിരിക്കുന്നു. ഇതിന്റെ എങ്ങനെ ആണ്ട് കാണുന്നുണ്ട് അത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച്. നല്ല ഇത് മാമനറിയായിരുന്നോ? മാമൻ ഇവിടെ മുണ്ടിനകത്ത് ഇവിടെ കുത്തി വെച്ചേക്കായിരുന്നു. എടുത്ത് അങ്ങോട്ട് അപ്പൊ ഞങ്ങളെന്നാ പോയിട്ട് എടുത്തിട്ട് വരാവേ. അപ്പൊ എങ്ങനെയുണ്ട് പറഞ്ഞോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഓർത്ത് എന്ത് വാങ്ങുന്നു. അത് തിളങ്ങുന്ന കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഓക്കെ പറഞ്ഞോളൂ. അല്ല, ഞാൻ പേടിച്ചു പോയി. മാമൻ എന്നെ പെട്ടെന്ന് കിടന്ന് എന്തോ ഒന്നാമത് കിണർ പണിയല്ലേ, ഓർത്ത് എന്ത് പോയപ്പോ അതിനകത്ത് എന്നെ ഇനി പാറയാണോ, അതുപോലെ പേടിച്ചു പോയി. മാമൻ അതിനോട് പുറകെ അങ്ങനെ നിന്നിട്ടോ ചേട്ടൻ കിടന്ന് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയാ. ഞാൻ അവരുടെ രഹസ്യമായിട്ട് പറഞ്ഞു മാമാര് സഹായം ചെയ്യണേ. ഇതുള്ള നല്ല രസമുണ്ട്. വേണോ? സർപ്രൈസ് തന്ന രീതി എങ്ങനെയുണ്ട്? നല്ല അടിപൊളി. ആണോ? കിണറിനകത്തുനിന്ന് സ്വർണം കുഴിച്ച സ്വർണ്ണമുള്ള കിണർ. ദൈവമേ, ഇത് കണ്ടിട്ട് ഇവിടെ വന്ന വല്ലവരും ഇവിടെ ഉള്ള ഒരു മുഴുവൻ വന്ന് കുഴിക്കല്ലേ. കിണർവാണി വേട്ടം തരുമല്ലോ. ഇങ്ങനെ പറയണ്ട, നമുക്ക് സ്വർണം കിണറ്റിൽ തന്നെ കിട്ടിയെന്ന രീതി എഡിറ്റ് ചെയ്തിടാ കേട്ടോ. അപ്പൊ കിണർവാണി വേട്ടം തരുമല്ലോ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഇട്ടോ. അത് ഇടാൻ പറ്റത്തില്ലേ? എന്നാ ഇട്ടിട്ട് കാണിക്കാവേ. ഇപ്പൊ കുഞ്ചൂസിന് ഇടാൻ പറ്റുമല്ലോ കേട്ടോ. സാരില്ല മോനെ, അവിടെ ജ്വല്ലറി തന്നെ പോയിട്ട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്നാന്ന് വെച്ചത് ഇവിടെ ഇത് ഒട്ടിച്ചു വെച്ചേക്കും ഈ ഭാവം. എന്നാ ഇതുണ്ടോ അമൽ താലി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നെ വഴക്കൊന്നും പറയാത്തെ, എവിടുന്നാ പൈസ എന്നാന്നൊക്കെ ചോദിക്കാത്തെ, സാധാരണ ചോദിക്കുന്നതാണല്ലോ. പൈസ വിടുന്ന ഇത്ര ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ കൂടെ. അപ്പൊ കിടന്ന് പെട്ടിയെ പോലെ പണിയെടുക്കുന്ന കണ്ടല്ലേ ഉണ്ടായിരുന്നല്ലോ. ഞാൻ സെലോട്ടിപ്പ് ചുറ്റാരെങ്കിലും എടുത്തു തന്നില്ലേ. കുഞ്ചൂസിന് സൗണ്ടിനും അടച്ച് ഇന്ന് ആശുപത്രി കൊണ്ടുപോകണം നിനക്ക്. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? ഇന്ന് ബുധനല്ലേ? അയ്യോ, ഇന്ന് കുമാരിമ്മയെ കൊണ്ടുപോകേണ്ട ദിവസമല്ലേ? ഇന്നല്ല, 12-ാം തീയതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വേറെ പരിപാടി ഉണ്ട്. ഇവിടെ ചൂളമുട്ടൊക്കെ എടുത്തു കൊടുക്കണം കിണറിന്റെ. അപ്പൊ ഇനി പോയിട്ട് നമുക്കൊരു കുഞ്ഞു കേക്ക് ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഹാപ്പി ആയോ? അപ്പൊ എന്റെ 3 കുഞ്ഞുങ്ങൾക്കും ഇപ്പൊ പേര് എഴുതിയ ലോക്കറ്റ്സ് ആയി. അതാ ഇവളുടെ പേര് എഴുതാതെയാണ് കേട്ടോ. അമൽ എഴുതുമ്പോഴാണല്ലോ അവള് കൂടുതൽ ഹാപ്പി ആകുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ കുഞ്ചുവെന്ന് എഴുതാമെന്ന് ശരിയാത്തില്ല. പിന്നെ സുകന്യാന്ന് എഴുതുമ്പോഴത്തേക്ക് ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിന് മേളിൽ പോവായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എന്റെ പേര് ഗസറ്റിൽ കൊടുത്ത് മാറ്റാൻ വേണ്ടി എനിക്ക് താല്പര്യപ്പെടും. നിങ്ങൾ എല്ലാരും എനിക്ക് നല്ലൊരു പേര് പിന്നെ പ്ലീസ്. എനിക്ക് ആ പേര് ആമി സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നേ എനിക്ക് ആ പേരൊന്ന് മാറ്റണം. സുകന്യാന്ന് എനിക്ക് ഇഷ്ടമില്ല എന്റെ പേര്. തങ്കമ്മ തങ്കമ്മല്ല, അത് ഞങ്ങളുടെ പൊന്നമ്മല്ലേ. അങ്ങനത്തെ പേരുകൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് വേണ്ട പേരുകൾ ഇടാം. അപ്പൊ ഓക്കെ കേട്ടോ. അപ്പൊ ഇനി കൊറേ പരിപാടീസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. നല്ലൊരു ദിവസമായിരുന്നു. രാവിലെ അത് പറഞ്ഞില്ലേ, രാവിലെ തന്നെ ആമച്ചോട് ഞാൻ പറഞ്ഞു കുഞ്ചമ്മയുടെ ബർത്ത്ഡേ അമ്മ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു. ഞാൻ അവളോട് പറഞ്ഞില്ല പറയാൻ. അവൾ അമ്മ അവിടെ കുത്തി ഇരുന്നിട്ട് എന്റെ അമ്മച്ചി പോലും മറന്നുപോയി എന്റെ ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ? ഞാൻ പറഞ്ഞു എന്റെ പൊന്നമ്മച്ചിന്റെ അമ്മ ഇങ്ങനെ കിടക്കുന്നോണ്ട് അറിയത്തില്ലല്ലോ. ഡേറ്റ് അറിയത്തില്ല, ദിവസം അറിയത്തില്ല, ഒന്നും അറിയത്തില്ലല്ലോ.
അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് മെയ് 7 പോയോ ഒന്ന് മെയ് ആയിരുന്നല്ലേ 7 അറിയാത്തണ്ടാ. അല്ലെങ്കിൽ അമ്മ ഞാൻ എവിടെ ഇരുന്നാലും അമ്മ നേരിട്ട് പറഞ്ഞതിന് കൂടുതൽ അമ്മ ആൻഡ്രോയിഡ് ഫോൺ വന്നതിൽ പിന്നെ അമ്മ വാട്സപ്പിൽ മെസ്സേജ് അയക്കില്ല പതിവ്. എന്നിട്ട് പിന്നെ ഇരിക്കുമ്പോ പറയുന്ന പോളൂ. അത് പക്ഷെ അങ്ങനെ ഭയങ്കര ഇതായിട്ടില്ല. അമ്മയ്ക്ക് അമ്മ വന്ന് കെട്ടിപ്പിടിക്കാൻ പറയുമ്പോൾ ഞാൻ വേറെ രീതി ഇമോഷണൽ. അപ്പൊ അമ്മ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ നന്നിട്ട് ഹാപ്പി എടുത്തിട്ട് ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ പോട്ടെ. അറിഞ്ഞിട്ടുണ്ടോന്ന് ആർക്കറിയാം. വീണ്ടും കേക്ക് സ്റ്റുഡിയോ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ പ്രമാണിച്ച് എനിക്കെല്ലാം സെറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ ഞാൻ ഇവിടുത്തെ കുറേ സ്പെഷ്യൽ കേക്ക്സ് ഉണ്ട്. അപ്പോൾ ഇതെന്തായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ചോക്കോവാട്ട്, സ്പാനിഷ് റിച്ച് ചോക്ലേറ്റിൻ്റെ തന്നെയാണ് നമ്മൾ സെയിം ഹാഫാണ് വാങ്ങിച്ചേക്കുന്നത് അല്ലേ? ഇത് വാനില റിച്ച് റെഡ് വെൽവെറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ പേസ്ട്രീസ് ഉണ്ട് കേട്ടോ. മാംഗോള് പുഡിങ്സ് ഉണ്ട്. ആ വര എല്ലാരും എടുത്തു. ആരെ വെത്തിരിയാ? ഇതിപ്പോ ഇവിടെ തല്ലാവും ദൈവമേ, ഇവിടെ തല്ലാവോ നീ? ഇത് ആടുന്നതുണ്ടോ? സ്വാഗതം. എന്റെ അമ്മോ, ഒരാളിവിടെ കേക്ക് കട്ടിയാൻ വേണ്ടിട്ടുള്ള ഇതിലിരിക്കാണ്, ഒരാളവിടെ സ്വാഗതം പറഞ്ഞ് തീർന്നിട്ടില്ല. സ്വാഗതം മോനെ. അമ്മയുടെ ബർത്ത്ഡേ ഒരു ഉമ്മ കൊടുത്തേ, രണ്ടുപേരും ഒരു ഉമ്മ കൊടുത്തേ. ഇവിടെ ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തേ, ആമ ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് സ്വാഗതം. ഇത് സ്വാഗതം തീരത്തില്ല ഇന്നത് കേട്ടോ. സ്വാഗതം തീർന്നു. ഓക്കെ, സ്വാഗതം തീർന്നു. ഇനി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു കുഞ്ചു അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാ അപ്പന്മാരെയൊക്കെ അസാന്നിധ്യത്തിലും ഇല്ലാത്തവരെ എല്ലാ ചേട്ടന്മാരെ അസാന്നിധ്യത്തിലും നമ്മൾ കട്ടിയാൻ പോണേ. കുഞ്ചു സൈഡിൽ പിടിക്കാതെ ഇങ്ങനെ ഇവിടെ നിൽക്കണം. 1 2 നമ്മുടെ ഷോപ്പിന്റെ കൂടെ കേക്കാണ്. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി സെക്കൻഡ്. കേക്ക് കാണിച്ചില്ലായിരുന്നു, ഒന്ന് ജസ്റ്റ് സാധനം കഴിഞ്ഞ് ചാറ് മതി. ഇതാണ് കേട്ടോ കേക്ക്. നമ്മുടെ കേക്ക് സ്റ്റുഡിയോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത്ത എടുത്ത് മേടിച്ച, ഇത്ത അവിടെ ഉണ്ടായിരുന്നു. അതെ, സ്വാഗതം. അതെ, 2 ഹാപ്പിനെസ് ഉള്ള ദിവസമാണ്. നമ്മുടെ മാലാഖ ജനിച്ച ദിവസവും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ്, നമ്മുടെ ജീവിതം ജനിച്ച ദിവസമാണ് കേട്ടോ. എല്ലാത്തിനും തുടക്കം. ഇഷ്ടപ്പെട്ടോ? വേണ്ട, അവക്ക് ഇവക്കാണ് ഇഷ്ടം കേക്കിനോടൊക്കെ. അവക്ക് അത്ര വെച്ചു കൊടുത്ത കുഞ്ചിക്ക്. സൂപ്പറായി കേട്ടോ. അതിനകത്ത് മുട്ടായി ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും, അതുപോലെ തന്നെ വാവച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പേര് വിഷ് ചെയ്തു. ഒത്തിരി പേര് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടാതെ എന്റെ ബർത്ത്ഡേ ഇന്ന ദിവസമാണെന്ന് അറിയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരെല്ലാരും പിന്നെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. നല്ലൊരു അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. സർപ്രൈസ് ഇതുവരെ ഇവരാരും കേട്ടില്ല. ഞാൻ വന്ന കേറിയ പടം എടുത്ത് മാറ്റി വെച്ചു. റിയാക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. ഞാനും ശശിമാമനോട് കൊടുത്ത സർപ്രൈസാ.
പിന്നെ കിണർ പണിക്കാരും. കുഞ്ചൂസ് ലോക്കറ്റ് അടിച്ച് എന്നിട്ട് അതിന്റെ എന്റെ പേരല്ല അപ്പൂസിന്റെ പേര് ഇവിടെ പേരല്ലേ ഇല്ല അമൽ കൂട്ടി വേണ്ടല്ലോ അമൽ. ഇത് ഇത് വെള്ളം കണ്ടോണേ. ഈ ആമീന്ന് അടിച്ചേക്കുന്നത് അമലിനെ വെട്ടെന്ന് വായിക്കത്തുള്ളൂ. ഇത് സെയിം. ഞാൻ ഇതിപ്പോ കണ്ടപ്പോ ഞാൻ ഓർത്ത് കണ്ട സെയിം ഏകദേശം. ലക്ഷ്മിയാണ് ഏറ്റവും വലുത് കേട്ടല്ലേ. അത് ഭയങ്കര നീനം. ആനക്കുട്ടിക്കൊക്കെ ഇടുന്ന പോലെയാണ് അവ കിട്ടിയേക്കുന്നത് കേട്ടോ. അല്ല ഇപ്പൊ ഉമ്മന്ന് കറക്റ്റ് പറഞ്ഞു തരും. ഉമ്മ അച്ഛക്കും ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. നടത്താത്ത കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഉടനെ നമ്മള് ബർത്ത്ഡേ നടത്തുന്നതായിരിക്കും. കാരണം ഞങ്ങള് ഇന്നും, അതായത് ഇന്നത്തെ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം, ഒന്ന് കിണർ പണി, ആ കൂട്ടത്തിൽ വേറെ വലിയൊരു പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്താണെന്ന് ഇപ്പോഴൊന്നും റിവീൽ ചെയ്യുന്നില്ല. വലിയൊരു സർപ്രൈസ് ആണ്. അവർ അതിന് സ്റ്റാർട്ട് ചെയ്തത് മെയ് 7-ാം തീയതി. അപ്പം മെയ് 7-ാം തീയതി തന്നെയാണ് അതും സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് പണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിന്റെ കാര്യങ്ങൾ ഉടനെ അറിയിക്കാം. അപ്പം നിങ്ങൾ ഇപ്പോഴേ ആ സർപ്രൈസ് എന്താണെന്ന് ഗസ് ചെയ്തിട്ടും നമ്മൾ അവസാനം തലേദിവസം നമ്മൾ ഒരു കോൺടെസ്റ്റ് വെക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് തൊട്ട് അന്ന് വരെ ആ സർപ്രൈസ് എന്താണെന്ന് കറക്റ്റ് പറയുന്ന ആൾക്കാരുടെ പേർക്ക് ഒരു നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അന്ന് വരെ അതെ അതെ ഉണ്ട് ഉണ്ട്. അതെ അതെ അതെ, അത് ഇന്ന് തൊട്ട് ഇട്ടു കേട്ടോ. അപ്പം ഈ മാസം തന്നെ അത് ഉണ്ടാവും എന്തായാലും. അപ്പം ഹാപ്പി ആയോ? ഇനി ഞങ്ങക്ക് ഇപ്പൊ പോണം കേട്ടോ. അതെ, കേക്ക് കൊടുത്തില്ല ആമിച്ച, കേക്ക് കൊടുത്തില്ല അമ്മയ്ക്ക്. കുഞ്ചു അമ്മയ്ക്ക് കേക്ക് കൊടുത്തില്ല ആരും. കുഞ്ചുവിന് തരാനാടി, വായി വെച്ച് തരാനാടി. ആ ഏയ് ഉറക്കം വന്നിങ്ങനെ നിൽക്കണ്ട. വെറുതെ വെറുതെ ഉമ്മ കൊടുത്ത് വേണ്ട, ഉമ്മ കൊടുത്ത് ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്ത്. ആമി ചേച്ചിക്ക് ഉമ്മ കൊടുത്താണ് ആമി ചേച്ചിയുടെ ചുണ്ടയിലുള്ളതെല്ലാം മുഖത്തിരിക്കുന്നത്. ലച്ചുട്ടാ ചുട്ടാ ആമി ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്ത്. ഉമ്പ കൊടുത്ത് ഇവിടെ ചേച്ചിക്ക് ഉമ്പ കൊടുത്ത്. ഇവിടെ 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 ഉമ്പ കൊടുത്ത്. ഉമ്പ മോ ചുണ്ട് കൊടുത്തു. ചെല്ല് ഉമ്മ കൊടുക്ക, ഉമ്പ കൊടുക്ക. ഉമ്മയായിരുന്നേ. ഞാൻ മോൻ എടുത്തപ്പോഴത്തേക്ക് ആ മാറി മുഖത്തൊക്കെ നോക്കി മൊത്തം ഇതാക്കി. നടക്കാൻ ചെറുതായിട്ട് തുടങ്ങിയ
കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൂര് വാഴുന്ന ദേവിയല്ലേ. മോനട്ടോ ആനക്ക അവള് ഡാൻസ് കളിക്കും. എന്നാ അത് തിളക്കം ഞാൻ കാണിച്ചത് ഇങ്ങനെ കാണിച്ചതാ. പാട്ട് പാടാൻ പോവാ. അതേപോലെ പാട്ട് പാടാൻ പോവാ. ഈ പാടില്ല ഇടയ്ക്ക് വെക്കല്ലാതെ പാട്ട് പാടി അറിയത്തില്ല പാട്ട് പാടി ആവശ്യം ഇങ്ങനെ ഇരുന്ന് നോക്കുക. ആവശ്യം ഇല്ല അപ്പുറം വരുന്നേ ആവശ്യം. ആവശ്യം അയ്യോ എന്റെ ബൈക്ക് എടുത്തിട്ട് പോകല്ലേ. അവൻ ഇവിടെ പാട്ട് പാടുന്ന സമയത്ത് എന്റെ ബൈക്ക് അടിച്ചു മാറ്റുന്നേ. ഇവിടെ തായോ ആണോ? ശരിക്കും കിട്ടുന്നുണ്ട്. കൊടുത്തെല്ലാം തിരിച്ചു കിട്ടുന്നുണ്ട്. അനീത്തി നല്ലോണം കൊടുക്കുന്നുണ്ട്. ഇനി അനീത്തി ഞാൻ ചേച്ചി ഇളക്കം കയറി നമ്മളൊന്ന് ഇളക്കം കയറ്റിയാ മതി. പിന്നെ അങ്ങ് ഭയങ്കര ഇളക്കമാ. ലക്ഷ്മി ഇങ്ങനെ ചെരിഞ്ഞു നോക്കിയോ മോനെ. ലക്ഷ്മി 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 ഇങ്ങനെ നോക്കി. ലക്ഷ്മി ഇപ്പുറത്തോട് ചേച്ചി. ലക്ഷ്മി ഇങ്ങനെ 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 ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട്. പാട്ട് വെക്കുമ്പോ ഇങ്ങനെ ഈ സൈഡ് ഇവിടെ രൂപം വന്നപ്പം പ്രാർത്ഥിച്ചു. ഇവിടെ അവിടെ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. ഞങ്ങള് കുറച്ചു നേരം ഹാപ്പി മൊമെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കഷ്ടപ്പാടിലോട്ട് പോവാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വരുമ്പോ എത്ര മണിയാവും അറിയത്തില്ല കേട്ടോ. നല്ല രാത്രിയാവും. ഇന്നും കുറച്ച് കിറ്റുകളൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ ടാറ്റാ ടാറ്റാ. ആമി ചേച്ചി അച്ഛയുടെ പൈസ തരാവോ? ആമി ചേച്ചി പ്ലീസ്. ആമി ചേച്ചി അച്ഛയുടെ പേച്ചിങ് തരാവോ? ആമി ചേച്ചി ആമി ചേച്ചി ആമി ചേച്ചി പൈസ എടുക്കല്ലേ? ആമി ചേച്ചി ആമി ചേച്ചി പൈസ എടുക്കല്ലേ? ആമി ചേച്ചി ഓ 20 രൂപ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. നീ ഇത് പോയി കൊണ്ട് രക്ഷപ്പെടുന്ന. ഓ ശരി. മുട്ടായി വെച്ചാനാണോ ഇത്? ഇല്ലെന്ന് എനിക്കൊരു പൈസ തരാന്ന് വെച്ചിട്ടില്ലെന്ന്. ഓ എന്നാ ഓ എന്നാ ഓ എല്ലാവരുടെയും പറച്ചില്. നേരത്തെ അച്ഛനെ മാത്രം പറച്ചില്ല. ഞാൻ അച്ഛനെ എന്തെങ്കിലും പറയാനാണ് അച്ഛൻ അങ്ങനെ ഇങ്ങനെ ഉള്ള കാര്യം പറയുന്ന
കളിപ്പിച്ചുകൊണ്ട് വരും. മോന്റെ അച്ഛയാ, മോന് മുട്ടായി വാങ്ങിച്ചു തന്നെ ഇപ്പൊ ഞങ്ങളെ പറയും കൂടത്തി. അപ്പു എന്തെങ്കിലും പറഞ്ഞാണ്ട് പറയും മോന്റെ കുഞ്ചിയല്ലേ മോന് മുട്ടായി വാങ്ങിച്ചിരുന്ന ചുമ്മാ തന്നെ നമ്മളെ സോപ്പിടുന്ന ശരിക്കും. സോപ്പിടുന്ന ഭയങ്കര സോപ്പിടുന്ന. ആ ഓടിച്ചെന്ന് ഇവള് തിരിച്ചാ പറഞ്ഞു ഇവള് അവള് കാണിക്കുന്ന മുന്നിൽ ഇവളെ കാണിക്കുന്ന പറയുന്നത്. എന്റെ അമ്മേ എന്റെ അമ്മേ ഇതിലെടുത്ത് പോക്ക് പേശി അപ്പൊ ചാറ്റ കേട്ടോ. ചാച്ചാ ചാച്ചാ ചാച്ചാ. ഇതാന്ന് പറയും. എന്നിട്ട് ഫോട്ടോ ഏത് ഫോട്ടോയുടെ 10 ഫോട്ടോയും ചൂണ്ടിട്ട് എന്നെ കടിച്ചിട്ട് കടിച്ചെന്ന് പറയുന്നു. എന്നെ കടിച്ചിട്ട് പറയേ ചിരിച്ചിട്ട് പറയും കടിച്ചെന്ന്. ഉണ്ടോ എന്റെ അമ്മേ പോ ടാറ്റാ. ഇവിടെ കിടക്കും. അവിടെ കിടന്നോ ഞങ്ങൾ പോട്ടെ. മോൻ തൊട്ടുന്നുണ്ടോ? മോൻ തൊട്ടോ മിക്കീനെ? അവളാണോ തൊട്ടത്? ടാറ്റാ. അവിടെ ഇരുന്നോ. അവക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് കാലൊക്കെ അല്ല ഒന്നും ചെയ്യത്തില്ല. അവൾക്ക് അറിയാലോ. അല്ല ഇവളെ അച്ഛ ഇവിടെ അടുത്ത് തന്നെയല്ലേ ഏത് നേരവും. പക്ഷെ എനിക്ക് ഇവിടെ അടുത്ത് കൂടെ നിന്നിട്ട് എനിക്ക് ഇത്തിരി കൂടെ പേടി. അവിടെ കണ്ണെ കുത്താതെ അവിടെ കണ്ണ് വലിയ ആള് കളിച്ചവിടെ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് മിക്കിക്ക്. ഇവളെ പിടിക്കത്തില്ലല്ലോ. ഇവളെ തൊട്ടിട്ടില്ലല്ലോ. നമ്മളിപ്പോ അല്ല അച്ഛയിടാൻ പോവല്ലോ. അച്ഛയിടാൻ പോവല്ലോ. എന്നറിയോ പിള്ളേരുടെ അടുത്ത് ഇരുന്നിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ.